ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി സ്വാതന്ത്ര്യദിനാഘോഷ സ്പെഷ്യൽ മുതിരപ്പായസം. ഇനി നമുക്കൊരു 250 ഗ്രാം മുതിരയെടുത്ത് അത് കഴുകി ക്ലീൻ ചെയ്ത് അതിൻ്റെ മണ്ണും കല്ലുമെല്ലാം അരിച്ചു മാറ്റിയതിന് ശേഷം നമുക്കിത് ഒരു ബൗളിൽ ഇട്ട് വെക്കാം. ഇതിലേക്ക് 4 അച്ച് ശർക്കരയും നമുക്ക് ഉരുക്കിയെടുക്കാം. ഒരു തേങ്ങ ചിരവിയത് എടുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു കുക്കർ എടുത്ത് അടുപ്പിൽ വെച്ചതിന് ശേഷം നമ്മുടെ കഴുകി ക്ലീൻ ചെയ്തെടുത്ത നമ്മുടെ മുതിര നമുക്ക് വേവിക്കാം. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 8 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമ്മുടെ തേങ്ങ 1/2 കപ്പ് വെള്ളവും ചേർത്ത് നമുക്കിത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. ഇതിൻ്റെ തേങ്ങാപ്പാൽ നമുക്ക് മാറ്റിവെക്കാം. കുക്കറിൻ്റെ വിസിലെല്ലാം വന്നു കഴിഞ്ഞു. മുതിര നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. നമുക്കത് മൂടി തുറന്ന് നോക്കാം. നോക്കിയപ്പോൾ അതാ നമ്മുടെ മുതിര നന്നായി വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കത് ഇറക്കി വെച്ചതിന് ശേഷം ഒരു ഉരുളി എടുത്ത് ചൂടാക്കാം. ഉരുളി ചൂടായാൽ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായാൽ ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്ത് ഇട്ട് വറുത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതും നമുക്കൊന്ന് ഇതിലിട്ട് വറുത്ത് കോരി എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ച മുതിര നമുക്ക് ഉരുളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മുതിര നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരിച്ചു മാറ്റി വെച്ച നമ്മുടെ ശർക്കരപ്പാനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. മാറ്റി വെച്ച നമ്മുടെ മുതിര നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിൽ കുറച്ച് 1 ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയും 1/4 കപ്പ് തേങ്ങാപ്പാലും ചേർത്ത് നന്നായി ഒന്ന് അരച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായതാണ്. നിങ്ങൾ ഇതുപോലെ തീർച്ചയായും തേങ്ങാപ്പാലും റാഗിപ്പൊടിയും ചേർത്ത് ഒഴിച്ചു കൊടുക്കണേ. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്തത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ചേർത്ത് കഴിയുമ്പോൾ തന്നെ അതിനോടൊപ്പം നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇറക്കി മാറ്റി വെക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.